നമുക്കൊരു ചക്കര ഉമ്മതാ. ടാറ്റാ. കൊല്ലം ജില്ലയിലെ ഒരുവിധം എല്ലാ സബ് ജില്ലയിലും ഇന്നാണെന്ന് തോന്നുന്നു കലോത്സവം. അപ്പം നമ്മളും പോവുകയാണ്. കൊളക്കട സ്കൂളിൽ വെച്ചിട്ടാണ് മത്സരം. നമ്മുടെ സ്കൂളിൽ നിന്ന് പിള്ളേരുമായിട്ട് ടീച്ചേഴ്സ് അങ്ങ് വരും. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് ഞാൻ ഓർത്ത് നേരിട്ടങ്ങ് പോവാണ്. അവിടെ ചെന്നതിന് ശേഷമായിരുന്നു നമുക്ക് പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ അടുത്തൊരു വീട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാതിക്കലോട്ട് വണ്ടി വെച്ച്. പിന്നെ നല്ല ബോധമായതുകൊണ്ട് ഹെൽമെറ്റും വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിന്നെ ഹെൽമെറ്റ് വെക്കാനായിട്ട് രണ്ടാമത് കയറി പോകേണ്ടി വന്നു. അപ്പോൾ അതില്ലാതെ ഞാൻ വല്ലാണ്ട് നേരത്തെ ആയിപ്പോയി. അതുകൊണ്ട് പതിയെ നടന്ന് മഴയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പയ്യെ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ സ്കൂളിലെ പിള്ളേരൊക്കെ വന്നു, ടീച്ചേഴ്സൊക്കെ വന്നു, പേരൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ റെഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നവർ ദേശഭക്തി ഗാനം, പിന്നെ ഒരു വയലിൻ പാശ്ചാത്യം ഉണ്ടായിരുന്നു, ലളിതഗാനം, പിന്നെ ഈ ചെറിയ പിള്ളേരെല്ലാം യൂപിയുടെ സംഘം. ടീച്ചർ പഠിപ്പിച്ച് അയാളുടെ അഭിപ്രായം ചോദിക്കും കേട്ടോ. ഇത് സംഘനൃത്തത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലെ കൊച്ചുതന്നെ ശാസ്ത്രമേളയ്ക്ക് ഉണ്ടാക്കിയ കൊട്ടയൊക്കെ. ഇവരൊക്കെയാണ് സംഘനൃത്തത്തിൻ്റെ പിള്ളേർ. ഇവരെ മേക്കപ്പ് ഇട്ടതും മുമ്പേ കാണിച്ച ഹിന്ദി ടീച്ചറും പിന്നെ ഞാനും കൂടിയായിരുന്നു. ടീച്ചർ അവരുടെ ഫേസ് എല്ലാം ഒക്കെ ആക്കി ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണും എഴുതി കൊടുത്തു. ഞാൻ പഠിച്ച സബ് ജില്ല ആയതുകൊണ്ടായിരുന്നായിരിക്കും എനിക്കിവിടെ നിറയെ പരിചയക്കാരാണ്. ഉച്ചയൊക്കെ ആവാറായിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി. കൂപ്പൺ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന്. ആ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ഫുഡുമായിരുന്നു. പിറ്റേ ദിവസം തിരക്ക് കുറവുമായിരുന്നു, പന്ന ഫുഡുമായിരുന്നു. ഇത് നല്ല ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാനും അവരെല്ലാവരും കൂടി കസേര ഒന്നും കിട്ടാത്തതുകൊണ്ട് സ്റ്റെയറിൻ്റെ അടുത്ത് അവിടെ തന്നെ ഇരുന്നും കഴിച്ചു. ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫ്ലാഷ് മോബ് തുടങ്ങി. ഇതേതോ സ്കൂളിലെ സംഘനൃത്തത്തിൻ്റെ പിള്ളേർ. ആ കൊച്ച് നടന്നിരുന്നുണ്ടോ. നമ്മൾ ഈ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴേ കൊച്ചിൽ നമ്മളൊരു അടിപൊളി അങ്ങനെ ഒരു ഫീലിംഗ് വരുമല്ലോ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഞാൻ എല്ലാ സ്റ്റേജിലും അലഞ്ഞു തിരിഞ്ഞ് ചെന്നേരം പ്രോഗ്രാമൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഒരു വയലിനൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ടൈമായി. വയലിൻ പാശ്ചാത്യം വെസ്റ്റേൺ. അപ്പോൾ അവളത് വായിച്ച് അവൾക്ക് ഫസ്റ്റും എ ഗ്രേഡും കിട്ടി. മിടിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരിയോട്. ഞാൻ ശാസ്ത്രമേളയ്ക്ക് പോയത്. അതുകൂടെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ മുട്ടിയിട്ട് പോയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചായയും ബിജിയും കഴിക്കാൻ അവിടുത്തെ ക്യാൻറ്റീനിൽ പോയി. ശരിക്കും ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഡേയ്സിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇങ്ങനെ വലിയ ആളുകളൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുമായിരുന്നു. പിന്നെ കൊച്ചായിട്ടിരിക്കുന്നതല്ലേ ഏറ്റവും ബ്യൂട്ടിഫുൾ, വലുതായാൽ മതിയായിരുന്നു എന്ന്. ഇപ്പം ഇവർ ഇത് തന്നെ പറയുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു. അങ്ങനെ രാത്രിയായിട്ടും ബാക്കി പ്രോഗ്രാംസ് ഒന്നും തുടങ്ങുന്നില്ലായിരുന്നു. പിള്ളേർക്ക് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്കും ദേശഭക്തിഗാനം കഴിഞ്ഞു. പിള്ളേർ നല്ലതായിട്ട് പാടി. പിന്നെ ഇവൻ ലളിതഗാനം പാടുന്നുണ്ട്. അത് ഞാൻ ഇവനെ പഠിപ്പിച്ചതാണ്. ഞാൻ പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ശ്രീരംഗം ഗോപമ്മ സാർ പഠിപ്പിച്ചു തന്നതായിരുന്നു. അവൻ നന്നായിട്ട് പാടി. അവന് ഫസ്റ്റും എ ഗ്രേഡും ഉണ്ട്. ലളിതഗാനം നടക്കുന്നതിനിടയിൽ കൂടെ തന്നെ നല്ല സംഘനൃത്തവും തുടങ്ങി. പിന്നെ പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ വേഗം കഴിഞ്ഞ് അവർ നല്ലതായിട്ട് കളിച്ചു. അവരെ കൊണ്ടുവന്നിട്ട് സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സും കുറച്ച് പിള്ളേരും കൂടി സ്കൂൾ ബസ്സിൽ പോയി. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി ദിവസമായിരുന്നു. ഒരുപാട് നാളിന് ശേഷം കലോത്സവം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു സൂപ്പർ ദിവസമായിരുന്നു.